ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു പ്രത്യേക വിശേഷമുണ്ട്. അല്ലെങ്കിൽ ഏത് പ്രകാരത്തിലാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക, ഏത് പ്രകാരത്തിലാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക. നമ്മുടെയൊക്കെ ധാരണ കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്താൽ, നല്ല പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പണം പാവപ്പെട്ടവർക്ക് കൊടുക്കുകയോ ഒരു വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. അങ്ങനെയാണ് ഇന്ന് കണ്ടുവരുന്നത്. എന്നാൽ എനിക്ക് വളരെ സ്പഷ്ടമായിട്ട് പറയാനുള്ളതായ ഒരു സന്ദേശം, ഏത് പ്രകാരമാണ് അബ്രഹാം പിതാവ്, യഹൂദന്മാർ പറയുമല്ലോ ഞങ്ങളുടെ പിതാവ് അബ്രഹാം ആണെന്ന് പറയുമല്ലോ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ഇങ്ങനെ അവര് പറയും. അതുപോലെ തന്നെ ക്രിസ്ത്യ വിശ്വാസികളും പറയുന്ന ഒരു പഴഞ്ചൊല്ലാണിത്. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് ക്രിസ്ത്യ വിശ്വാസികളും വളരെ ശക്തമായിട്ട് പ്രഘോഷിപ്പിക്കുന്ന ഒരു പദമാണ്. എന്നാൽ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളതായ സന്ദേശം, അവരെങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കണ്ടെത്തിയത് അല്ലെങ്കിൽ പ്രാപിച്ചത് എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിന് മുമ്പായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. എന്നോടുകൂടെ നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഞങ്ങളുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പിതാക്കന്മാരെന്ന് പറയുവാൻ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നുള്ളവരാണ് വേദപുസ്തക പ്രകാരം, സത്യവേദപുസ്തക പ്രകാരം ഞങ്ങൾക്കുള്ളത്. അവർ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചത് എന്ന് വിവരിപ്പാനാണ് ഈ അടിയൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ടുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും നീ അടിയന് തന്ന് സഹായിക്കണമേ. ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലും അത് കുത്തുകൊള്ളുവാനും അവർക്കത് പ്രയോജനപ്രകാരമായി തീരുവാനും അവർ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും ഇടയാക്കി തീർക്കുമാറാകണമേ. മെസ്സിയായുടെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ഞാൻ ഇതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മലയാളം പകർപ്പായിട്ടാണ് ഇത് ഞാനിവിടെ അവതരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയും അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അബ്രഹാം ഏത് പ്രകാരമാണ് അനുഗ്രഹം പ്രാപിച്ചെന്നുള്ളത് എന്ന് നമുക്കൊരു സങ്കല്പം ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വിചാരമുണ്ടാകണം. അപ്പോൾ നമ്മൾ ആ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു പറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്തോത്രം. വെറുതെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും
ചെയ്താൽ ദൈവം അനുഗ്രഹം ഇറങ്ങി വരത്തില്ല, ദൈവം അനുഗ്രഹം ഇറക്കി തരത്തുമില്ല കേട്ടോ. അപ്പം അത് പ്രാപിച്ചെടുക്കാനായിട്ട് താല്പര്യമുള്ളവർ അബ്രഹാം എന്താണ് ചെയ്തത് എന്ന് വേണം നമ്മൾ ആദ്യം ചിന്തിപ്പാൻ. അബ്രഹാം കനാൻ ദേശത്ത് വരുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട് ദൈവം ഒരു പ്രത്യേക നിർദ്ദേശമൊന്നും അബ്രഹാമിന് കൊടുത്തിട്ടില്ലായിരുന്നു. അത് എന്തുകൊണ്ടെന്നാൽ അവർ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും അബ്രഹാമിൻ്റെ അപ്പനായ തേരഹും അബ്രഹാമിൻ്റെ അപ്പൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തും അബ്രഹാമിൻ്റെ ഭാര്യ ആയ സാറായും ലോത്തിൻ്റെ ഭാര്യ അവരിങ്ങനെ ഒരു കൂട്ടുകുടുംബം പിന്നെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെട്ടു കനാൻ ദേശത്ത് പോകാൻ. അബ്രഹാമിൻ്റെ അപ്പൻ്റെ ആലോചനയാണത്. അത് ദൈവത്തിൻ്റെ ആലോചനയല്ല. ദൈവം അബ്രഹാമിൻ്റെ അപ്പന് അല്ലെങ്കിൽ തേരഹിന് വെളിപ്പെട്ടിട്ടൊന്നുമല്ല. പക്ഷേ തേരഹിന് കനാൻ ദേശത്തെ കുറിച്ചൊരു അറിവ് അബ്രഹാമിൻ്റെ പിതാവിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവര് ബഹുദൈവത്തിൽ വിശ്വസിക്കുകയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവയെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെയാണ് ബാൽ ദേവൻ, അശ്വർ ദേവൻ, ഇങ്ങനെയുള്ള പല പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ദേവന്മാർ വേദപുസ്തക പ്രകാരം നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പേരൊക്കെ അശേര പ്രതിഷ്ഠ, സ്തോസ്ത്, ഇങ്ങനെ ഒരുപാടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങനെ ബഹുദൈവത്തിൽ വിശ്വസിച്ച് വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു പിതാവിൻ്റെ മകനായിരുന്നു അബ്രഹാം. കേൾക്കണം, ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അവരെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് യാത്ര ചെയ്ത് കനാൻ ദേശത്ത് പോകാനായിട്ട് വന്ന വഴി ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചു. അവിടെ പ്രാർത്തു. തേര് അവിടെ വെച്ച് മരിച്ചും പോയി. അപ്പോൾ അവരുടെ യാത്ര അവിടെ നിന്നു. അവർ കനാൻ ദേശത്ത് പോകാനായിട്ട് ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷെങ്കിൽ അബ്രഹാമിൻ്റെ അപ്പൻ തേര് ഹാരാനിൽ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അബ്രഹാം ഒരു വലിയ വേല ചെയ്തു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ. അങ്ങനെ അബ്രഹാം ഹാരാനിൽ പാർക്കുമ്പോൾ അബ്രഹാം ഏകസത്യ ദൈവത്തെക്കുറിച്ച്, മോണോസിത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രസംഗിക്കുന്നതിനാൽ പഠിപ്പിക്കുന്നതിനാൽ ഒരു പറ്റം ആൾക്കാർ അബ്രഹാമിനോട് കൂടെ ചേർന്നിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെന്നാൽ അങ്ങനെ പിന്നെ ഈ അബ്രഹാം തൻ്റെ ജീവിതം ഏകസത്യ ദൈവത്വത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അബ്രഹാം പുറോട്ടിറങ്ങി അബ്രഹാമിൻ്റെ പിതാവായ പൂർവപിതാവായ ഹാനോക്കിനെ കുറിച്ച് പഠിച്ചു. ഹാനോക്കിൻ്റെ പൂർവപിതാവായ എനോഷിനെ കുറിച്ച് പഠിച്ചു.
എനോഷിന്റെ പിതാവായ ശേത്തിനെ കുറിച്ച് പഠിച്ചു. അപ്പോ അവരെല്ലാവരും ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോടുകൂടെ നടന്ന അനുഭവം അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവം പറഞ്ഞിട്ടല്ലിത്, ദൈവം വെളിപ്പെട്ടിട്ടുമല്ലിത്. ഓർത്തോണം, ദൈവം പറഞ്ഞിട്ടല്ലിത് ഈ അനുഭവത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രസംഗമൊക്കെ നടത്തുന്നത് ദൈവം പറഞ്ഞിട്ടല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആൾക്കാരൊക്കെ കൂടി തന്നോടുകൂടെ തന്നൊരു പറ്റം ആൾക്കാര് പന്താനാരാമില് ആയി, തന്നോടുകൂടെ സഹകരിക്കുന്ന ആൾക്കാരായി, വേലക്കാരായി, കൂലിക്കാരായി, അടിമകളായി, ഇങ്ങനെ പലരും തന്നോടുകൂടെ ഒരു വലിയ പറ്റം ആൾക്കാര് അബ്രഹാമിനോടുകൂടെ സഹകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗസ്ഥനായ ദൈവം എന്ന് പറഞ്ഞാൽ ഹാനോക്കിന്റെ ദൈവം, എനോഷിന്റെ ദൈവം, ശേത്തിന്റെ ദൈവം, ആദാമിന്റെ ദൈവം, ആ ദൈവം അവർക്ക് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് പറയുവാണ്, നിന്റെ അപ്പന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നും. അപ്പൊ ഈ ദൈവം വെളിപ്പെട്ടതായ, ദൈവം തന്നോട് സംസാരിച്ചതായ വ്യക്തിപരമായ ബോധ്യമുണ്ടായത് അബ്രഹാം തന്നോടുകൂടെ സഹകരിച്ചു കൊണ്ടിരുന്ന ആൾക്കാരോടും പറഞ്ഞു. ശ്രദ്ധിക്കണം, അബ്രഹാം അനുഗ്രഹം പ്രാപിപ്പാനുള്ളതായ രഹസ്യമാണ് ഞാൻ തെളിയിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ദൈവത്തെ കുറിച്ചൊരു വലിയ പ്രചരണം നടത്തി, ദൈവത്തെ കുറിച്ച് വലിയൊരു വിശ്വാസം ഉണ്ടാക്കി, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു, ദൈവത്തിൽ സമർത്ഥിച്ച് ജീവിക്കുന്നതായ ഒരനുഭവത്തിലേക്ക് വന്നു. പിന്നെ ദൈവം തമ്പുരാൻ കൽപ്പിച്ചതായ കൽപ്പന അനുസരിച്ച് അബ്രഹാം ഈ പരിവാരമായ ആൾക്കാരോടും ലോത്തിന്റെ ഭാര്യ ലോത്തിന്റെ കുടുംബവും ഒക്കെ ആയിട്ട് ആ പന്താനാരാമെന്ന് കനാൻ ദേശത്തേക്ക് യാത്ര. അങ്ങനെ ഒരു വലിയ കൂട്ടം ആൾക്കാർ കനാൻ ദേശത്ത് വന്നു. അങ്ങനെയാണ് കനാൻ പിടിച്ചടക്കി അബ്രഹാമിന്റെ അവകാശമാക്കി. അവിടെ വന്നു കഴിഞ്ഞ ഉടനെ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവിടെ അബ്രഹാം ദൈവത്തിന്റെ നാമത്തിൽ, സത്യദൈവത്തിന്റെ നാമത്തിൽ ഒരു 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 ആൾട്ടർ അല്ലെങ്കിൽ ബലിപീഠം പണിതു. അവിടെ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരിക്കുന്ന ആൾക്കാര് തൻ്റെ ആരാധനയും തൻ്റെ വിശ്വാസവും തൻ്റെ ആ ജീവിതത്തിലെ ശൈലിയും ആ ദൈവത്തിലുള്ളതായ ആശ്രയം ഒക്കെ തന്നോട് കൂടെ ഉള്ളവർ കണ്ട് ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ നേതാവായിട്ടാണ് അബ്രഹാം കനാൻ ദേശത്ത് വരുന്നത്. അപ്പോൾ അബ്രഹാം എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്ന് ഒന്ന് അനുമാനിച്ചാട്ട്. സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ലായിരുന്നു അബ്രഹാം. ചുമ്മാതെ ദൈവം അങ്ങോട്ട് ചെന്ന് വെളിപ്പെട്ടതുമല്ല. അബ്രഹാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന്, അബ്രഹാം ദൈവത്തിന്റെ വചനം കേൾക്കും എന്നും, അബ്രഹാം ദൈവത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നു എന്നും സ്വർഗസ്ഥനായ ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അബ്രഹാമിന് പ്രത്യക്ഷമായി പറയുവാണ്, ഈ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരും, പാലും തേനും ഒഴുകുന്ന ദേശം.
മനസ്സിലായോ? അങ്ങനെയാണ് അബ്രഹാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഞാൻ ഈ ദേശം നിനക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അക്ഷരീയമായ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ മാനുഷികമായ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അനുഗ്രഹമാണ്, ആത്മീയമായിട്ടുള്ള അനുഗ്രഹം അല്ല. അപ്പൊ ആ അനുഗ്രഹം അബ്രഹാമിനും മക്കൾക്കും നിക്ഷിപ്തം. അപ്പോൾ അബ്രഹാമിന് ഈ പ്രോമിസ് കിട്ടുമ്പോൾ 75 വയസ്സ് പ്രായമായിട്ടേ ഉള്ളൂ. ആ 75 വയസ്സ് വരെ അദ്ദേഹത്തിനൊരു കുഞ്ഞുങ്ങളും ഉണ്ടായില്ല. പിന്നെ 100 വയസ്സ് വരെ, അപ്പൊ 25 വർഷക്കാലം നീണ്ടു നിന്നു ഒരു കുഞ്ഞുങ്ങളും ഉണ്ടായില്ല. ഉണ്ടായത് ആഗാറിൽ നിന്ന് വന്ന ഒരു കുഞ്ഞാണ് ഇസ്മായേൽ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം അനുഗ്രഹം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം മൂത്ത മകനായ ഇസ്മായേലിന്റെ കാര്യം ദൈവസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ ദൈവം തമ്പുരാൻ പറയുവാണ്, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ അനുഗ്രഹം ചുമ്മാതെ വരത്തില്ല, അനുഗ്രഹം എല്ലായിടത്തും പോകത്തുമില്ല, ദൈവം എല്ലാവർക്കും ഒട്ട് അനുഗ്രഹം കൊടുക്കത്തുമില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടെ പ്രസ്താവിക്കുന്നത്. സ്തോത്രം. ഇന്ന് വരെ ക്രിസ്തീയ വിശ്വാസികൾ വിചാരിച്ചതുപോലെയോ വിശ്വസിച്ചതുപോലെ അല്ല വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതായ വ്യവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം തോന്നുമായിരിക്കും. തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെയും ഈ സുവിശേഷന്മാര് പറഞ്ഞു കളിപ്പിച്ചതായ കളിപ്പീര് കള്ളന്മാരായിട്ട് അവര് വയറ് നിറയ്ക്കുന്ന ഒരു സ്വഭാവത്തിലാണ്. അവരും രക്ഷപ്പെടപ്പെടുന്നില്ല, അവര് പ്രസംഗിക്കുന്ന കേൾക്കുന്നവരും രക്ഷപ്പെടുന്നില്ല. അതല്ലയോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണയുടെ കാലത്ത് എന്താ ദൈവത്തിന് ശക്തി ഇല്ലയോ? ദൈവത്തിന് ശക്തി ഇല്ലയോ? രോഗശാന്തി ഇല്ലേ ദൈവത്തിൽ നിന്ന്? ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകും, ഭൂതം ഇറങ്ങിപ്പോകും. ആ വ്യവസ്ഥയിലേക്ക് വരണം. ചുമ്മാതെ ഞാനത് ഓടിച്ച് പറയട്ടെ. ഇപ്പം മത്തായി സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ഇതിലെല്ലാം ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ വ്യക്തമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെ കഥ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അബ്രഹാം അങ്ങനെ കനാൻ ദേശം വന്നു. കനാൻ ദേശത്ത് പാർത്ത് ഇരിക്കുമ്പോൾ 100 വയസ്സായപ്പോഴത്തേക്കും ഇസ്മായിലായി. ഇന്ന് ഇസ്മായിൽ കഴിഞ്ഞ് ഇസ്ഹാക്കിനെ കിട്ടി. അപ്പോൾ ഈ ദൈവത്താലുള്ളതായ അനുഗ്രഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് മൂത്ത മകന് കിട്ടത്തക്ക രീതിയിൽ അബ്രഹാം ദൈവവുമായിട്ട് വാദപ്രതിവാദം നടത്തുന്നുണ്ട്. അങ്ങനെ വാദപ്രതിവാദം നടത്തുമ്പോൾ ദൈവം തമ്പുരാൻ പറയുവാണ്, നിന്റെ സന്തതി, വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് നിന്റെ സ്വന്തം ഭാര്യയിൽ നിന്ന് വരുന്നതായ കുട്ടിയാണ് വാഗ്ദത്ത സന്തതി. അതുകൊണ്ട് എൻ്റെ അനുഗ്രഹം വാഗ്ദത്ത സന്തതിയിൽ കൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ അനുഗ്രഹം വന്ന് ഇസാക്കിൽ കൂടെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇസ്മായേലിന് ആ അനുഗ്രഹം ലഭിക്കാഞ്ഞതിൻ്റെ കാരണം, പ്രമിസ് ലഭിക്കാഞ്ഞതിൻ്റെ കാരണം ദൈവം വാഗ്ദത്ത സന്തതിയിൽ കൂടെ ആ അനുഗ്രഹം ലോകത്തിന് പ്രസാദിപ്പിച്ചു. എന്നിട്ട് അബ്രഹാമിനോട് പറയാണ്, നിന്റെ ഫാമിലി മുഖാന്തരം, നിന്റെ സന്താനങ്ങൾ മുഖാന്തരം ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അപ്പം
അബ്രഹാമിന് മാനുഷികമായി കനാൻ ദേശം കൊടുത്തു. കനാൻ ദേശം കൊടുത്തത് കൂടാതെ അബ്രഹാമിൻ്റെ ഫാമിലിയിൽ കൂടെ ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകുവാനുള്ളതായ ഒരു സെറ്റിൽമെന്റ് ദൈവം അവിടെ ചെയ്യും. ആ അനുഗ്രഹം ഇസ്ഹാക്കിൽ കൂടെ വന്നു. ഇസ്ഹാക്കിന് 2 മക്കൾ വന്നതിൽ ഏശാവും യാക്കോബും. അതിൽ ഏശാവ് അപ്പൻ്റെ വാക്ക് കേട്ടില്ല, അപ്പൻ്റെ അമ്മയുടെയും വാക്ക് കേട്ടില്ല. കേൾക്കാതെ തനിക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്തു. അപ്പൊ അങ്ങനെ അബ്രഹാം ദൈവത്തോടുകൂടെ നടന്നതുപോലെ ഇസ്ഹാക്ക് ദൈവത്തോടുകൂടെ നടന്നു. കേട്ടോ? അപ്പം ആ ഇസ്ഹാക്ക് ഏശാവിനോടും യാക്കോബിനോടും കൂടി ആ ദൈവികമായ ആലോചനയും ദൈവികമായ കാര്യങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രോമിസായിട്ടുള്ളത് ലഭിക്കേണ്ട വഴികളൊക്കെ ഇസ്ഹാക്കും 2 മക്കളോടും ശരിക്ക് പറഞ്ഞു കൊടുത്ത കാണണം. അത് നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഇസ്ഹാക്ക് മക്കളോട് പറഞ്ഞു, ഈ ദേശത്തുള്ളവരിൽ നിന്ന് ഒരു ഭാര്യയെ, നിങ്ങളുടെ ഭാര്യയായി ഒരു സ്ത്രീയെ ഒരു ഭാര്യയായി നിങ്ങൾ എടുക്കരുത് എന്ന് യാക്കോബ് കൽപ്പിച്ചു. ഇസ്ഹാക്ക് കൽപ്പിച്ചു. ആ കൽപ്പന ഏശാവ് തിരസ്കരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പന്റെ വാക്ക് ഏശാവ് കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇളയ മകനായ യാക്കോബിനോട് പറഞ്ഞു, നീ ഇന്നിടത്ത് പോയി നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ ഭവനത്തിൽ ചെന്നിട്ട് അവിടുന്ന് ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ നീ കണ്ടെടുക്കണമെന്ന് പറഞ്ഞ് ഇസ്ഹാക്കിനെ പറഞ്ഞു വിടാണ്. അതിനു മുമ്പേ ഇസ്ഹാക്ക് ഒരു കച്ചവടം നടത്തി. ഈ ഏശാവ് കാട്ടിലൊക്കെ പിന്നെ വേട്ടയാടാൻ പോയി വിശന്നു വന്നപ്പോൾ താൻ ആഹാരമൊക്കെ ഉണ്ടാക്കി, ഇങ്ങനെ ആഹാരം വിശക്കുന്നതിന്. അപ്പോൾ ഒരു പ്രയോഗം അവിടെ നടത്തി, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരുമെങ്കിൽ ഞാൻ ആഹാരം നിനക്ക് തരും. ഏശാവ് ഈ ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതൊരു നിസ്സാരമായിട്ട് കരുതി. എന്നിട്ട് ആഹാരം വാങ്ങിച്ച് ഭക്ഷിച്ചു. അങ്ങനെ ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിൻ്റെ അനുഗ്രഹത്തിലേക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ ജ്യേഷ്ഠാവകാശം പ്രാപിച്ചതായ യാക്കോബ് അപ്പൻ്റെ വാക്ക് കേട്ട് അപ്പൻ്റെ ഭവനത്ത് നിന്ന് പദ്ദാൻ-അരാമിലേക്ക് യാത്രയായി ബേഥേലിൽ വന്നു. അവിടെ സന്ധ്യയായി, രാത്രിയായി. യാത്ര ചെയ്യാൻ നിവൃത്തിയില്ലാതെ അവിടെ കിടന്നുറങ്ങാനായിട്ടൊരു കല്ല് കണ്ടു. ആ കല്ലിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ സ്വയം മനസ്സോടുകൂടെ ഒരു ദർശനമോ വെളിപ്പാടോ ഒന്നും യാക്കോബിന് ഇല്ല ദൈവത്തെക്കുറിച്ച്. അപ്പൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും നേരിട്ട് യാക്കോബിന് ഒരു ബന്ധവുമില്ല ദൈവവുമായിട്ട്. അന്ന് രാത്രിയിലാണ് ബേഥേലില് ആ കല്ലിന്മേൽ എണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആകാശം വിട്ടുന്നൊരു ഗോവേണി, ആ ഗോവേണിയിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് താൻ കണ്ടു.
സ്വപ്നം കാണുകയാണ്. അങ്ങനെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഗോവേണിയുടെ ഏറ്റവും ഉയരത്തിൽ താൻ കാണുകയാണ് സ്വർഗസ്ഥനായ സർവശക്തനായ ദൈവം നിന്ന് സംസാരിക്കുന്നു. സ്വപ്നത്തിൽ താൻ ദൈവത്തെ കണ്ടു. ആ ദൈവം പറയുവാണ്, യാക്കോബേ, നീ കിടന്നുറങ്ങുന്നതായ സ്ഥലം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരും. അനുഗ്രഹം എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? നമ്മൾ സ്വയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്വയമായിട്ട് ദൈവമായിട്ടുള്ളതായ ബന്ധമുണ്ടാകണം കേട്ടോ. അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ലാബാന്റെ ഭവനത്തിലേക്ക് പോയി. ഒരു ഭാര്യയ്ക്ക് 2 ഭാര്യ. അങ്ങനെ ഭയങ്കര മിടുക്കനായിട്ട്, ധനികനായിട്ട്, ധനാഠ്യനായിട്ട്, കുബേരനായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഒരുവൻ വന്ന് യാബോക്ക് കടവൻകരയിൽ വന്നു. അപ്പോൾ യാക്കോബ് ഒരു വ്യക്തിയെ അവിടെ കാണുകയാണ്. അങ്ങനെ ദൂരെ നിന്ന് താൻ കാണുമ്പോൾ അത് ദൈവത്തിന്റെ ദൂതനാണെന്ന് യാക്കോബിന് മനസ്സിലായി. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാരെ മനുഷ്യർക്ക് കണ്ടാൽ മനുഷ്യർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന്. ദൈവത്തിന്റെ ദൂതന്മാരെ മനുഷ്യർക്ക് കണ്ടാൽ മനുഷ്യർക്ക് കാണാനുള്ള കഴിവുണ്ട്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നാണ് യാക്കോബ് അവിടെ പ്രസ്താവിച്ചേക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ ദൂതനെ കണ്ട് യാക്കോബ് തൻ്റെ 2 ഭാര്യയെയും 11 കുഞ്ഞുങ്ങളെയും കുറച്ച് വേലക്കാരെയും കൂടെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടു. അത് വാസ്തവത്തിൽ യാക്കോബ് ആ പരിപാടി എന്തിനാ കാണിച്ചേ? എന്നിട്ട് ആ രാത്രി മുഴുവനും ആ ദൈവത്തിന്റെ ദൂതനുമായിട്ട് മല്ലയുദ്ധം ചെയ്തു. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കയറി പിടിച്ചു. ദൈവത്തിന്റെ ദൂതനെ കയറി പിടിച്ചിട്ട് വിട്ടില്ല. അങ്ങനെ അവര് യുദ്ധം ചെയ്ത് മല്ലയുദ്ധം ചെയ്ത് രാത്രിയുടെ യാമം മുഴുവനും പിടിയും വലിയും പിടിയും വലിയും പിടിയും വലിയും. ദൈവദൂതന് പോകാനൊരു മാർഗവുമില്ല. നേരം വെളുക്കാറായപ്പോൾ ദൂതൻ പറയുകയാണ്, എന്നെ വിട്, ഞാൻ പോട്ടെ, നേരം വെളുത്ത് വരുന്നു, ഞാൻ പോട്ടെ. അപ്പോൾ യാക്കോബ് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പോൾ ഒരു കാര്യം യാക്കോബ് ചെയ്തു. ഭാര്യമാരെ 2 പേരെ അക്കരയ്ക്ക് പറഞ്ഞു. അതെന്തിനാണ് അവരെ 2 പേരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ദൂതന്മാര് ഫിമെയിലെ കാണുമ്പോൾ അവരുടെ മാഗ്നറ്റിക് അവരുടെ അവരുടെ പവർ ഫിമെയിൽ മേലുണ്ടാകും. ഉണ്ടായാൽ അവിടെ പ്രശ്നമായി തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ യാക്കോബിന് അറിയണം, അല്ലെ അറിഞ്ഞിരിക്കണം. അത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് ഉള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ തുണിയിടട്ടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ ദൂതന്മാരുടെ അനാദി ലക്ഷ്യം അവരുടെ മേലുണ്ടാകും. അവർ രോഗികളായി തീരും, ചിലർ മരിച്ചു പോകും. ഇങ്ങനെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സത്യം നേരത്തെ ഉള്ളതാണ്. അങ്ങനെ ഫിമെയിലിന് തകരാറുണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി അവരെയും കുഞ്ഞുങ്ങളെയും കൂടെ അക്കരയ്ക്ക് കയറ്റിവിട്ടു. എന്നിട്ട് രാത്രി മുഴുവനും ഈ യാക്കോബ് ദൈവത്തിന്റെ ദൂതനുമായിട്ട് മല്ലടിച്ച് ദൈവത്തിന്റെ ദൂതനെ തോൽപ്പിച്ചു. ഇതിന്റെ അർത്ഥം
ഒന്ന്, ഫിമെയിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ കാണണമെങ്കിൽ അല്ലെങ്കിൽ അവർ തല മറച്ചിരിക്കണം. അതാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതായ കാര്യം. ഇന്ന് പെൺപിള്ളേര് പാട്ട് പാടുമ്പോൾ അവർ തലമറയ്ക്കുന്നില്ല, ആരാധിക്കുമ്പോൾ അവർ തലമറയ്ക്കുന്നില്ല. ഇത് അമേരിക്കയിലെ എല്ലാ ചർച്ചുകളും നോക്കിയാൽ സ്ത്രീകൾക്ക് തല തുണിയിടുന്നതിന് താല്പര്യമില്ല. അപ്പോൾ അമേരിക്കയിലുള്ളതായ 75% of females are sick people. They are not correct way they are living. So ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ വ്യവസ്ഥ നമ്മൾ തെറ്റിച്ചാൽ ദൈവത്തിനുള്ളതായ അനുഗ്രഹത്തിന് പകരം നമ്മൾ ശാപമാണ് പ്രാപിക്കുന്നത്. യാക്കോബ് അങ്ങനെ മല്ലടിച്ചു ദൈവത്തിൻ്റെ ദൂതനെ ജയിച്ചു എന്ന് അവിടെ കാണിച്ചിരിക്കുന്നതിൻ്റെ പരമരഹസ്യം എന്താണ്? വാസ്തവം നമുക്ക് ദൈവവുമായിട്ട് മല്ലടിക്കുവാനും ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും കഴിയും. അതിനുള്ളതായ ശക്തി, അതിനുള്ളതായ വ്യക്തിത്വം, അതിനുള്ളതായ പ്രാബല്യം മനുഷ്യനുണ്ട്. അപ്പോൾ മനുഷ്യൻ സാധാരണ വ്യക്തി അല്ലെന്ന്, ഒരു മൃഗമല്ലെന്ന്, ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തമാണ് മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും ഉണ്ടാക്കി. വരുവീൻ, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് നമ്മുടേന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നുവോ അവരുടെ എല്ലാം സ്വരൂപം, അവരുടെ എല്ലാം രൂപം, അവരുടെ എല്ലാം സാദൃശ്യം ഒരുപോലായിരുന്നു, തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു മനുഷ്യനെ നോക്കുന്നത് പോലെയാണ് ദൈവം ഇരിക്കുന്നത്. അതാണ് കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ ദൈവത്തെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, ദൈവം എന്നെ പോലെ തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവം ഒന്നാണ്. അതാണ് യേശു പറഞ്ഞു പഠിപ്പിച്ചത്. മനസ്സിലായോ? അതാണ് യേശു പറഞ്ഞു മനുഷ്യനും ദൈവവും ഒന്നാണെന്ന്. എന്നാൽ മനുഷ്യനായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം നമുക്ക് ഉണ്ടായിരുന്ന ദൈവത്വം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതാണ് ആദാമിന് പറ്റിയതായ കുഴപ്പം. ആദാം ദൈവത്തോടുകൂടെ നടന്നു, ഈ ഭൂമിയെ നനച്ചു, ഭൂമിയെ അതിൽ ഉള്ളതായ വസ്തുക്കൾക്കെല്ലാം പേരിട്ടു. അത് കഴിഞ്ഞാണ് താൻ ശാപഗ്രസ്തനായി തീരുന്നത് കേട്ടോ. അപ്പോൾ ദൈവത്തോടുകൂടെ നടക്കുവാനും ദൈവത്തോടുകൂടെ ജീവിപ്പാനും മനുഷ്യന് സാധിക്കും. മനുഷ്യനെ കൊണ്ട് കഴിയുമെന്ന് നീ വിചാരിച്ചാൽ, നീ ആഗ്രഹിച്ചാൽ ദൈവത്തോടുകൂടെ നിനക്ക് നടക്കാൻ കഴിയും. യാക്കോബ് അങ്ങനെ ദൈവത്തിൽ നിന്ന്, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് യാക്കോബ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രിക്കിടുവാൻ കുരുട്ടുബുദ്ധിയുള്ളവൻ, ഇന്നു മുതൽ നീ യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. കേട്ടോ? ഇനി ഞാൻ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് ദൈവം അനുഗ്രഹം കൊണ്ട് തരത്തൊന്നുമില്ല. നമ്മള് അതിനു വേണ്ടി യുദ്ധം ചെയ്യണം, നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണം, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. അത് പരിപൂർണമായ രീതിയിൽ പരിശ്രമിക്കണം.
പരിപൂർണമായ രീതിയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മൾ ആഗ്രഹിച്ച് പരിശ്രമിച്ചാൽ ദൈവശക്തി നമ്മുടെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓടിച്ചു പോട്ടെ. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിനെ അനുഗ്രഹിച്ച് ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബിന് 12 മക്കളുണ്ടായി, ഒരു പെൺമക്കളും ഉണ്ടായി. ആ പെൺമക്കളുടെ കാര്യം ഇവിടെ പറയുന്നില്ലെങ്കിലും 12 മക്കൾ എന്ന് പറയുന്നത് ആ മക്കള് 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളെയും അല്ലെങ്കിൽ 12 മക്കളെയും ദൈവം അനുഗ്രഹിച്ചില്ല, യാക്കോബ് അനുഗ്രഹിച്ചു. യാക്കോബ് അനുഗ്രഹിച്ചു. ആ യാക്കോബ് അനുഗ്രഹിച്ച് 12 മക്കളിൽ ഒരുത്തനായ അവന്റെ പേരാണ് യഹൂദ. ആ യഹൂദയ്ക്ക് ദൈവം അനുഗ്രഹം യാക്കോബിൽ കൂടെ കൊടുക്കുകയാണ്. ആ യഹൂദ 2 തരത്തിലുള്ള അനുഭവമുള്ളവനായി. ഒന്ന് ഭൗമികമായിട്ടുള്ളതായ അനുഗ്രഹം, 2 ആത്മീയമായിട്ടുള്ളതായ അനുഗ്രഹം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യഹൂദയ്ക്ക് യാക്കോബ് അനുഗ്രഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ പറയാണ്, ശിലോ വരുവോളും അവൻ്റെ കയ്യിൽ നിന്ന് രാജതണ്ണ് മാറിപ്പോകയില്ല. അപ്പോൾ യഹൂദയിൽ നിന്ന് ഒരു സിംഹം പുറപ്പെടും, ഒരു രാജാവ് പുറപ്പെടും. സോ AD 800 മുതൽ അല്ലെങ്കിൽ AD 18-ാം നൂറ്റാണ്ട് മുതൽ BC 18-ാം നൂറ്റാണ്ട് മുതൽ BC 16-ാം നൂറ്റാണ്ട് വരെ ഉള്ളതായ കാലയളവിലാണ് യഹൂദ രാജ്യം സൃഷ്ടിക്കപ്പെടുന്നത്. അത് ആ യഹൂദയുടെ രാജ്യം അല്ലെങ്കിൽ ഇസ്രായേലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവ് അങ്ങനെ ഇസ്രായേലിൻ്റെ രാജ്യം സ്ഥാപിച്ചു. യെരൂശലേം തലസ്ഥാനമാക്കി. അങ്ങനെ ഭൂലോകത്തിൽ ഇസ്രായേൽ കിങ്ഡം എന്നും പറഞ്ഞ്, നോർത്തേൺ കിങ്ഡം എന്നും സദേൺ കിങ്ഡം എന്നും പറഞ്ഞ് ഇസ്രായേൽ ഭൂമുഖത്ത് ഒരു ഒരു രാജകീയമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം, ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഉണ്ടാകത്തക്ക രീതിയിൽ ദൈവം യഹൂദയിൽ കൂടെ ഇസ്രായേലിനെ അനുഗ്രഹിച്ചു. അതിൽ നോർത്തേൺ കിങ്ഡത്തിൽ വന്നപ്പോൾ അവിടെ യഹൂദയും ബെഞ്ചമിനുമായി, ആ ബെഞ്ചമിൻ യഹൂദയുമായിട്ട് മിങ്കിളായി. ഇപ്പോൾ യഹൂദ അല്ലെങ്കിൽ ജ്യൂസ് എന്ന പേരിൽ ഇസ്രായേൽ അറിയപ്പെടുക. ഈ ജ്യൂസിനെ, യഹൂദയെ, ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല, ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. ഭൂമിയിൽ എത്ര മുസ്ലിം പെരുകി വന്നിരുന്നാലും ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ ആരെ കൊണ്ടും സാധ്യമാകയില്ല. ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരും, ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലും ആ വ്യക്തികളും യഹൂദ മുഖാന്തരം, ഇസ്രായേൽ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടവരായി. സയന്റിഫിക്കലായിട്ട്
അഗ്രികൾച്ചറലായിട്ട്, ആറ്റോമിക് പവർ ആയിട്ട്, മെക്കാനിസം, അങ്ങനെ മാഗ്നറ്റിക്കിസം, മെഡിസിൻ, ഇങ്ങനെയുള്ളതായ എല്ലാ തരത്തിലുള്ളതായ ഉയർച്ചകൾ ഭൂമിക്ക് പ്രാധാന്യം ചെയ്തിരിക്കുന്നത് യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ ബുദ്ധിയാണ്, യഹൂദന്മാരുടെ ജ്ഞാനമാണ്. ഇന്നത്തെ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഭരണകൂടം, ചൈനക്കാരുടെ ഭരണകൂടം, റഷ്യക്കാരുടെ ഭരണകൂടം, ഓസ്ട്രേലിയക്കാരുടെ ഭരണകൂടം, അമേരിക്കൻ ഭരണകൂടം, യൂറോപ്യൻ ഭരണകൂടം, ഇതെല്ലാം യഹൂദന്റെ ജ്ഞാനത്താൽ കൂടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ ഭവനങ്ങളും യഹൂദ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇസ്രായേൽ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. നിർത്തുന്നതിന് മുമ്പ് അപ്പോൾ ശിലോ വരുവോളോ രാജധന് യഹൂദയുടെ കാൽക്കീഴ് നീങ്ങിപ്പോകയില്ല എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോബിൽ കൂടെ ഇസ്രായേൽ ഗോത്രങ്ങളിലേക്ക് വന്ന് ആ യഹൂദയിൽ നിക്ഷിപ്തമായ അങ്ങനെ ഇസ്രായേൽ ഭരണകൂടമെല്ലാം ശരിയായി ഒരു നല്ല അടി ഇത്തറയിട്ട് കൊണ്ടുവന്ന് ബലപ്പെടുത്തി ഒരു രാജ്യമാക്കി തീർത്തത്, ഇസ്രായേലിനെ ഒരു രാജ്യമാക്കി തീർത്തത്, കിങ്ഡമാക്കി തീർത്തത് ദാവീദ് രാജാവിൻ്റെ മേനത്താണ്, അല്ലെങ്കിൽ അധ്വാനമാണ്. അങ്ങനെ ദാവീദ് രാജാവ് ദേവദാരു കൊണ്ട് ഉള്ളതായ മന്ദിരത്തിൽ ഇങ്ങനെ ചുറ്റുപാടുള്ളതായ രാജ്യങ്ങളെയെല്ലാം ഓടിച്ച് കനാൻ ദേശം ഇസ്രായേലാക്കി, ഇസ്രായേൽ കിങ്ഡമാക്കി, യെരൂശലേം തലസ്ഥാന നഗരിയുമാക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താൻ ദേവദാരു കൊണ്ടുള്ളതായ വലിയ മാളികയിൽ താമസിച്ചെങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ കൂടെ കടന്നു വേണം ദൈവത്തിൻ്റെ പെട്ടകം കൂടാരത്തിൽ ഇരിക്കുന്നു, ഞാൻ ദേവദാരു കൊണ്ട് പണിതതായ മന്ദിരത്തിൽ ജീവിക്കുന്നു. ഇത് ദൈവം വെളിപ്പെടുത്തിയതായ ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ദർശനമുണ്ടായ ഒരു കാര്യമല്ല. താൻ സ്വയമായിട്ട് തൻ്റെ മനസ്സിൽ കൂടെ ചിന്തിച്ചതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായ നാഥാനെ അവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് പറയാണ്, ദാവീദേ, നീ ദൈവത്തിന് വേണ്ടി ഒരു ഭവനം പണിയുമോ? ആ ദാവീദിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോയതായ ചിന്തയാണ്. ഇത് ദൈവം വെളിപ്പെടുത്തിയതല്ല, അല്ലെങ്കിൽ ദൈവം ദർശനം കൊടുത്തതുമല്ല, താൻ സ്വയമായിട്ട് ചിന്തിച്ചു. അപ്പോൾ അബ്രഹാം സ്വയമായിട്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇസ്ഹാക്ക് സ്വയമായിട്ട് ദൈവത്തെക്കുറിച്ച് ദൈവത്തോടുകൂടെ നടന്നു. യാക്കോബ് സ്വയമായിട്ട് ബേഥേലിൽ ചെന്ന് തിരിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് കത്തിച്ച് അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. ആരെങ്കിലും പറഞ്ഞു കൊടുത്താണ്? ആരും പറഞ്ഞു കൊടുത്തതല്ല. തൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതായ വിചാരമാണ് താൻ അവിടെ ചെയ്തത്. അങ്ങനെ
ദൈവവുമായിട്ട് സ്വയമായിട്ടുള്ളതായ ബന്ധം, ദൈവത്തോട് കൂടെ നടക്കുന്നതായ അനുഭവം അവരിൽ അല്ലെങ്കിൽ യാക്കോബിൽ വന്നപ്പോൾ ദൈവം യാക്കോബിന് സ്വപ്നത്തിൽ കൂടെ വെളിപ്പെട്ടു, സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ദൈവദൂതനുമായിട്ട് മല്ലടിച്ചു. ദൈവം പറഞ്ഞിട്ടല്ല, ദൈവം വെളിപ്പാട് കൊടുത്തിട്ടുമല്ല. അപ്പോൾ സ്വയമായിട്ടൊരു അധ്വാനം, സ്വയമായിട്ടൊരു വിചാരം, സ്വയമായിട്ടൊരു സങ്കല്പം, ദൈവത്തെ കുറിച്ചുള്ളതായ ആശ്രയം, യാക്കോബിൻ്റെ ആ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തോട് കൂടെ നടന്നതായ ആ ബന്ധം, ഹല്ലേലൂയ, അത് അങ്ങനെ ദൈവത്താൽ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവനായ ഇസ്രായേലായിട്ടും ആ ഇസ്രായേലിന് 12 മക്കള്. ആ 12 മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഒരു മകന് കൊടുത്ത് അനുഗ്രഹത്തിൽ പറയും ശീലോ വരുവോളും. ശീലോ എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തി, സന്തോഷം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പീസ് ആൻഡ് റെസ്റ്റ്, എങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ സമാധാനവും സന്തോഷവും വരുവോളും ചെങ്കോൽ യഹൂദയിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ഇന്ന് ഭൂമിയിൽ ഒരു ഭരണകൂടം ഇസ്രായേലിനുണ്ട്, ചെങ്കോൽ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അത് സമാധാനം വരുവോളും, സമാധാനം എന്ന് പറഞ്ഞാൽ പീസ് ആൻഡ് റെസ്റ്റ്. പീസ്, സമാധാനം, റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അച്ചടക്കമായ അല്ലെങ്കിൽ ശാന്തിപരമായ ഒരു ജീവിതം, പീസ് ആൻഡ് റെസ്റ്റ്. അത് വരുവോളും ചെങ്കോൽ യഹൂദയുടെ കാൽ കീഴിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. പ്രൈസ്. അപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം അവരിലുണ്ടായി, യഹൂദയിൽ അത് നിക്ഷിപ്തമായി. അവ യഹൂദയിൽ നിക്ഷിപ്തമായത് നാഥാൻ വന്നിട്ട് ദാവീദ് രാജാവിനോട് പറയുവാണ്, നീ ഒരു ആലയം പണിയുമോ? എന്നിട്ട് ദാവീദിനോട് പറയുവാണ്, നിന്റെ പിതാക്കന്മാരെ പോലെ നീ ഉറങ്ങും. നിന്റെ കുടലിൽ നിന്ന് വരുന്നതായ ഒരു കുഞ്ഞ് എനിക്ക് ആലയം പണിയും, മറ്റൊരു കുഞ്ഞ് സിംഹാസനം സ്ഥാപിക്കും. ഇത് 2 ശമൂവേലിന്റെ പുസ്തകം വായിച്ച് അങ്ങോട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായം മുതൽ അങ്ങോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നാഥാൻ പ്രവാചകൻ വന്ന് തന്നോട് പ്രവചനം പറയുന്നതായ കാര്യം. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തതായ അനുഗ്രഹം, ആ അനുഗ്രഹം യഹൂദയിൽ വന്നു. യഹൂദയിൽ വന്ന അനുഗ്രഹം 2ആയിട്ടാണ് തിരിയുന്നത്. ഒന്ന് ഭൗമികമായിട്ട് തിരിയുന്നു, ഒന്ന് ആത്മീയമായിട്ട് തിരിയുന്നു. ഭൗമികമായിട്ട് തിരിയുന്ന രാജകീയമായിട്ട്, ഒരു രാജാവായിട്ട്, ഒരു രാജ്യമായിട്ട് ഭൂമിയിൽ വെളിപ്പെടുന്നതായ ഒരു സംരംഭം. അതാണ് ഇന്ന് 1948 മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിന് ഒരു രാജ്യമായി. ഇന്ന് അത് ഭയങ്കര ശക്തിയേറിയ ഒരു ഭൂലോകത്തിൽ ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ
അതിൻ്റെ ശക്തി വളർന്നു പൊങ്ങി. ഇപ്പൊ രണ്ട് കാര്യമാണ് യഹൂദയ്ക്ക്. ഒന്ന് ഭൗമീയവും മറ്റൊന്ന് ആത്മീയവും. ആ ആത്മീയമായ കാര്യമാണ് സിംഹാസനം സ്ഥാപിക്കുക എന്നുള്ളത്. ദൈവത്തിന് അത് സ്ഥാപിപ്പാനായിട്ട് ശീലോ 2000 വർഷങ്ങൾക്ക് മുമ്പേ വന്നപ്പോൾ ആ ശീലോവിനെ അവർ സ്വീകരിച്ചില്ല. ശീലോ പറഞ്ഞത് അവർക്ക് കേൾക്കാനുള്ളതായ ബുദ്ധി ഉണ്ടായില്ല. ശീലോവിൻ്റെ ഫോളോ ചെയ്യാൻ അവർ ആഗ്രഹിച്ചില്ല. അങ്ങനെ ശീലോവിനെ അവർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി, ക്രൂശിന്മേൽ തൂക്കി. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം, നിത്യമായ സിംഹാസനം സ്ഥാപിപ്പാൻ കഴിഞ്ഞില്ല. അതിന് വേണ്ടി ശീലോവ് ഇനി രണ്ടാമത് വരണം. ഈ രണ്ടാമത് വരുന്നതിനിടയിൽ യഹൂദനായാലും യവനിലായാലും ശീലോവിൽ വിശ്വസിക്കുകയും ശീലോവ് വന്ന് മനുഷ്യന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇനി രണ്ടാമത് വരും എന്ന് വിശ്വസിക്കുന്ന നമുക്ക് രക്ഷയുണ്ട്. അങ്ങനെ ശീലോ വരുന്നത് വരെയും, ശീലോ രാജാതിരാജാവായി വരുന്നത് വരെയും യഹൂദയിൽ നിന്ന് രാജദണ്ഡം നീങ്ങിപ്പോവുകയില്ല. അപ്പോൾ ഈ ഭൂമിയുടെ അന്ത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ശീലോ കടന്നു വരണം. അതിനുള്ളതായ സമയങ്ങൾ വളരെ അടുത്തായിരിക്കുന്നു. ദൈവവചനത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നതായ വിഷയങ്ങളൊക്കെ ഓരോന്നായിട്ട് വായിച്ച് പഠിച്ച് നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാൻ നിർത്തട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഏത് വിധത്തിലാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്? മനസ്സിലായോ? ഏത് നിസ്സാരമായ രീതിയിൽ നാം അനുഗ്രഹം പ്രാപിക്കയില്ല. നിത്യമായ ജീവിതം പ്രാപിക്കയില്ല. നിത്യമായ ജീവിതത്തിലേക്ക് കടന്നു പോകുകയില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുയേശുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. അനുഗ്രഹം നിസ്സാരമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അനുഗ്രഹം നമുക്ക് ഉപവാസ പ്രാർത്ഥനയിൽ കൂടെ കിട്ടുന്നതല്ല. അനുഗ്രഹം നമ്മള് ദാനധർമ്മം കൊടുത്തോണ്ട് കിട്ടുന്നതല്ല. ദൈവത്തെ കുറിച്ച് അന്വേഷിക്കുക, ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുക, ദൈവത്തെ കുറിച്ച് പഠിക്കുക, ദൈവത്തെ കുറിച്ച് വിചാരമുണ്ടാകുക, ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ. യേശു അല്ല ദൈവം കേട്ടോ. യേശു ദാവീദിന്റെ പുത്രനാണ്.
തൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ കള്ളനെ, യേശുനാമം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ കള്ളനെ, നിന്റെ കള്ളത്തരം നിർത്തട. തൃത്വത്തിൽ വിശ്വസിക്കുന്നവനെ നിന്റെ തൃത്വ ആരാധന സങ്കല്പം നിർത്താനാണ് ഞാൻ പറയുന്നത്. മര്യാദയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും നാശത്തിലേക്ക്. നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു, നിന്റെ വിചാരം നഷ്ടപ്പെട്ടു, നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഏകസത്യവനായ ദൈവം, ആ ദൈവം ഏകനാണ്. ആ ദൈവവും ഏകനായ ദൈവമാണ്. ആ ദൈവമാണ്. ആ ദൈവത്തെ കുറിച്ചാണ് യേശു ക്രിസ്തു മഗ്ദലക്കാരത്തി മറിയോട് പറഞ്ഞത്. എൻ്റെ പിതാവും എൻ്റെ ദൈവവുമായവൻ നിങ്ങളുടെയും പിതാവും നിങ്ങളുടെയും ദൈവമാകുന്നു. ഹല്ലേലൂയ. അവൻ അള്ളാഹയല്ല. അവൻ 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 ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവം നമ്മുടെ പിതാവാണ്. ആ ജീവനുള്ള ദൈവം നമ്മുടെ 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 ദൈവമാണ്. ആ പിതാവ് നമ്മുടെ ദൈവമാണ്. അപ്പോൾ നിനക്ക് ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. യേശു ഇതാണ് പഠിപ്പിച്ചത്. യേശു ഇതാണ് പറഞ്ഞത്. യേശു ദൈവമാണെന്ന് പറഞ്ഞില്ല. യേശുവിനെ നീ ദൈവമാക്കുകയും ചെയ്യാൻ പാടില്ല. യേശു ദാവീദിന്റെ പുത്രനാണ്. അതെങ്ങനെ ദാവീദിന്റെ പുത്രനായി വന്നു? എന്തുകൊണ്ട് ദൈവം യേശു ദാവീദിന്റെ പുത്രനാണെന്ന് പറയാൻ കാരണം, ദാവീദ് രാജാവിന് ഒരു കുട്ടി ബേർശബ എന്ന് ലഭിച്ചത്. ആദ്യത്തെ കുട്ടി മരിച്ചുപോയി. പരിച്ഛേദന കൊടുക്കുന്നതിന് മുമ്പ്, പേരിടുന്നതിന് മുമ്പ്, ഒരു പാപം ചെയ്യുവാൻ വളരുന്നതിന് മുമ്പ് താൻ മരിച്ചുപോയി. അതുകൊണ്ടാണ് യേശുവിൻ പാപമില്ലാത്തവൻ എന്ന് പറയുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ടാണ് യേശു ദൈവത്തിന്റെ മടിയിൽ നിന്ന് വന്നവനാണെന്ന് പറയാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പിതാവേ, എനിക്ക് നിന്നിലുണ്ടായിരുന്നതായ രൂപം എനിക്ക് തിരികെ തരണമേ എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടെ പറയുന്നതിൻ്റെ രഹസ്യം അതാണ്. പ്രൈസ്. ആ യേശു ദൈവത്തിൽ നിന്ന് വന്നവനാണ്. അത് ദാവീദിൽ കൂടെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. പ്രൈസ്. അവന് അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. ആ സിംഹാസനം സ്ഥാപിപ്പാനാണ് യേശു ഈ ലോകത്തിൽ വന്നത്. എന്നാൽ എൻ്റെ യേശുവിന് ദാവീദിന്റെ സിംഹാസനം സ്ഥാപിപ്പാൻ കഴിയാതെ യഹൂദന്മാർ അവനെ ക്രൂശിന്മേൽ കയറ്റി. ഇനി രണ്ടാമത് വരുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനം, ആ ദാവീദിന്റെ സിംഹാസനം ദൈവം യേശുവിൽ കൂടെ സ്ഥാപിക്കും. അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം ഭൂമിയെ, അതാണ് സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യത്തിൽ യേശു ഇരുന്നുകൊണ്ട് ദൈവരാജ്യം ഭരിക്കും. പ്രൈസ്. ആ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ് ഞാനും. യഥാർത്ഥമായ ദൈവത്തിൻ്റെ സഭ. ആ ദൈവത്തിൻ്റെ സഭ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ രാജ്യം കണ്ണുകൊണ്ട് കാണുന്ന ഒന്നല്ല. എന്നാൽ ദൈവരാജ്യം, സ്വർഗരാജ്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അതാണ് യഹൂദന്മാർ. യഹൂദന്മാരിൽ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. നമ്മൾ അനുഗ്രഹം പ്രാപിപ്പാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് കേട്ടോ. ഈ ഉമ്മാതെ ഉറക്കി തൂങ്ങി ഇരുന്നുകൊണ്ട് കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അനുഗ്രഹം പ്രാപിക്കൽ. ഉള്ള കാര്യം പറ, ഉള്ള കാര്യം പറഞ്ഞ് പഠിപ്പിക്കേ.
അങ്ങോട്ട് പഠിപ്പിച്ച് നോക്കിയേ. സത്യം പറഞ്ഞു നോക്കിയേ അവിടെ ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന്. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തെ സ്നാനമേറ്റ് ഒരു ദൈവവൈതലായി ജീവിക്കുമ്പോൾ ദൈവികമായ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരും. ദൈവത്തോട് കൂടെ നടക്കും. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. ഇസാക്ക് ദൈവത്തോട് കൂടെ നടന്നു. യാക്കോബ് ദൈവത്തോട് കൂടെ നടന്നു. യാക്കോബിന്റെ മക്കൾ ഇസ്രായേൽ ഗോത്രം ദൈവത്തോടുകൂടെ നടന്നു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തോടുകൂടെ നടക്കാനായിട്ട് യേശു പഠിപ്പിച്ചു. എൻ്റെ നുകമെടുത്ത് എന്നോടുകൂടെ പഠിപ്പി, നിന്റെ ക്രൂശെടുത്ത് എന്നോടുകൂടെ നടപ്പി. അപ്പൊ നമ്മുടെ ക്രൂശ് എടുത്ത് യേശുവിനോടുകൂടെ നടക്കുക, യേശുവിനോടുകൂടെ ജീവിക്കുക. അങ്ങനെ യേശുവിൻ്റെ നുകമെടുത്ത് യേശുവിനോട് ചേർന്ന് നടക്കുക. നമുക്ക് സമാധാനം ഉണ്ടായിരിക്കും, നമുക്ക് ശാന്തി ഉണ്ടായിരിക്കും. നിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും, നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും. രോഗത്തിന് സൗഖ്യമുണ്ടോ? ഉണ്ട്. എങ്ങനെയാ ആ സൗഖ്യം വരുന്നത്? നിന്റെ ക്രൂശ് എടുത്ത് യേശുവിനോട് കൂടെ നടക്കുക, യേശുവിൻ്റെ നുകമെടുത്ത് ആ നുകത്തിൻ്റെ ഒരറ്റം യേശുവിൻ്റെ കഴുത്തിൽ, മറ്റൊരറ്റം എൻ്റെ കഴുത്തിൽ. അതാണ് നുകം. അപ്പൊ അത് യേശുവിൻ്റെ നുകമാണ്, നമ്മുടെ നുകമല്ല, യേശുവിൻ. അതാണ് യേശു പറഞ്ഞു, എൻ്റെ നുകമെടുത്ത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ യേശുവിൻ്റെ നുകമെടുത്ത് യേശുവിനോടുകൂടെ പഠിക്കുക, നമ്മുടെ ക്രൂശെടുത്ത് യേശുവിനോടുകൂടെ നടക്കുക. അങ്ങനെ ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ശക്തിയുണ്ട്. അങ്ങനെ ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ രോഗം സൗഖ്യമാകും. കൊറോണ അവനെ തൊടത്തില്ല. കൊറോണ പോലുള്ള ഒരു വൈറസും അവനെ തൊടത്തില്ല. പക്കയാണ്. ഇതിന് ഞാൻ ചലഞ്ച് ചെയ്യുവാണ്. ആർക്കെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലും കോണിൽ വാദിപ്പാനുണ്ടെങ്കിൽ കടന്നു വന്നാട്ടെ. നമുക്ക് വാദിച്ചു നോക്കാം. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാത്ത ഒരു രോഗവുമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോകാത്ത ഒരു ഭൂതവുമില്ല. എന്നാൽ അത് നടക്കണമെങ്കിൽ നിന്റെ ക്രൂശ് എടുത്ത് യേശുവിനോട് കൂടെ നടക്കണം. യേശുവിൻ്റെ നുകം എടുത്തിട്ട് യേശുവിനോട് കൂടെ പഠിക്കണം. ഇങ്ങനെ പഠിക്കുകയും ജീവിക്കുകയും നടക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇറങ്ങി വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും ദൈവമായുള്ളോവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം, അനുഗ്രഹിക്കപ്പെട്ടതായ ദൂത് ഈ പ്രസ്താവിച്ചത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മെശിയായുടെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ.